വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ ഇന്ന് കമൻറ്റിൻ്റെ റിപ്ലൈ തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരുടെ പേര് ഞാൻ എഴുതിയില്ല, ഒരു ട്രാൻസ് വുമൺ ആണ് എഴുതിയിരിക്കുന്നത്. ഞാനൊരു ട്രാൻസ് ആണ്. എനിക്കൊരു ജോബ് കിട്ടുമ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും തുടങ്ങിയില്ല, തുടങ്ങണം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ റിപ്ലൈ തരാം. ഇപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ, ജോബ് ഇല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ആദ്യം ഒരു ജോലി നോക്കുക. ജോലി നിങ്ങളുടെ നമ്പർ എനിക്ക് കമന്റ് ചെയ്തോളൂ, ഞാൻ വേക്കൻസീസ് ഒക്കെ വരുന്ന സമയത്ത് അയച്ചു തരാം. അപ്പം ഞാൻ അയക്കുന്ന ജോലിക്കെല്ലാം പോകാൻ പറ്റണം എന്നില്ല. കാരണം ഞാൻ ഇതുപോലെ ഒരുപാട് ട്രാൻസ് വുമൺസിന് ജോബ് വേക്കൻസീസ് കാണുമ്പോൾ അയച്ചു കൊടുക്കും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ ഞാൻ ടെലികോളിംഗ് ആണ് ചെയ്യുന്നത്. എൻ്റെ ജോലി കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേക്കൻസി വന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട്, ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട്. കൂടുതലും പറ്റാത്ത ആൾക്കാരാ, കുറച്ച് ദിവസം ചെയ്യുന്നിട്ടില്ല. പിന്നെ ചിലവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ജോലി തന്നാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവണം എന്നില്ല. അപ്പൊ എന്നിരുന്നാലും ഞാൻ എനിക്ക് കിട്ടുന്ന, ഞങ്ങളുടെ ഇപ്പോൾ കുറെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ജോബ് വേക്കൻസീസ് ഒക്കെ നിനക്ക് ഞാൻ ഫോർവേഡ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ മുടി വളർത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മുടി വളർത്തണ്ട, നിങ്ങൾ ഒരു പുരുഷനായിട്ട് തന്നെ, അതായത് ആ ലുക്കിൽ തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാതെ ഒരിക്കലും ട്രാൻസിഷൻ ചെയ്യാനായിട്ട് പോകരുത്. ഇപ്പൊ മെഡിസിൻ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഹൈ ഡോസേജ്, എനിക്കൊക്കെ ഹൈ ഡോസേജ് ആണ്, 2000 രൂപ ഒരു മാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിനുള്ള കാശെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ പിന്നെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ ഫാമിലി ആക്സെപ്റ്റഡ് അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഒരു പുരുഷനായിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാനെന്ന് പറയുന്ന സമയത്ത്, ഇത് അറിയുന്ന സമയത്ത്, ഞാൻ 20 വയസ്സിലാണ് ട്രാൻസാന്ന് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ചെറുപ്പകാലം മുതൽ അറിയാൻ പറ്റും, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണെന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. ട്രാൻസ്ജെൻഡർ എന്നുള്ള പദം എനിക്ക് 20 വയസ്സിലാണ് അറിയണം. കാരണം എനിക്ക് മീഡിയ, പേപ്പർ ഇതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. അപ്പൊ അതുവരെ ഞാൻ കരുതിയത് പെണ്ണിന്റെ സ്വഭാവമുള്ള ഒരു പുരുഷനായിട്ടാണ് ഞാൻ കരുതിയത്. അപ്പൊ അതുകൊണ്ട് എനിക്കും ട്രാൻസ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ 20 വയസ്സിൽ ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിലും പറഞ്ഞു. എൻ്റെ വീട്ടുകാര് തുടക്കത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അവര് അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്പോയിൽ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. ഇപ്പൊ എനിക്കെല്ലാം ഈസി ആയിട്ട് നടന്നെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഈസി ആയിട്ട് നടക്കണമെന്നില്ല. നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടുകാർ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചാടിക്കേറി ഒരു മുടി വളർത്തി കഴിഞ്ഞാൽ അത് കൂടുതലും നിങ്ങൾ ട്രാൻസ് ആണെന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും. ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നഷ്ടമാവാൻ സാധ്യത കൂടുതലാണ്. അതിലുപരി നിങ്ങൾ മുടിയൊക്കെ വെട്ടി പുരുഷന്റെ ലുക്കിൽ തന്നെ നിൽക്കാം. എന്നിരുന്നാലും ട്രാൻസ് ആയതിന്റെ പേരിൽ നമുക്ക് കളിയാക്കൽ നടക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പെൺപിള്ളേരെ പോലെ ആണെങ്കിൽ പരിഹാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു പുരുഷന്റെ ലുക്കിൽ പോകുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ജോലി കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാവാം. ഇപ്പൊ ഞാനെന്ന് പറയുന്നത് 20 വയസ്സിൽ എനിക്ക് തിരിച്ചറിഞ്ഞെങ്കിലും ഞാൻ അന്ന് പോയിട്ട് ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സ്പോയിലായിട്ടുണ്ടാവും. കാരണം എനിക്ക് ജോലി ഉണ്ടാവില്ല, വരുമാനം ഉണ്ടാവില്ല. ഞാനും ഒരുപക്ഷെ സെക്സ് വർക്കൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം. കാരണം എനിക്ക് വേറെ മാർഗം ഉണ്ടാവില്ല. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കി പുരുഷന്റെ ശരീരത്തിൽ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ശരീരം മാറ്റാനായിട്ടൊന്നും ശ്രമിച്ചില്ല. ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയായിരുന്നു, പുരുഷനായിട്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ട്രാൻസ് ആണ്, എന്നെ കളിയാക്കരുത്, പെൺപിള്ളേരെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കരുത്, നടക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കരുത്. ഞാൻ എല്ലാവരുടെ പറയാൻ തുടങ്ങി, ഞാൻ ട്രാൻസ് ആണ്, ഞാൻ ട്രാൻസ് ആണെന്ന്. അപ്പൊ ചിലവർ സപ്പോർട്ട് ചെയ്യും, ചിലവർ കളിയാക്കും. അപ്പൊ നമുക്ക് അപ്പോഴും പ്രശ്നമില്ല, കാരണം നമ്മൾ പുരുഷനായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലായ. പിന്നെ ഞാനൊരു ആദ്യം വർക്ക് ചെയ്തത് ട്രാൻസായിട്ട്, ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ഫിലിമിലായിരുന്നു. ആദ്യം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്താണ് മനസ്സിലാക്കിയത്. അവിടെ മനസ്സിലാക്കിയെടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ മിസ്സിനോടൊക്കെ പറഞ്ഞു,
അത് കണ്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഫിലിമിലാണ്. അമല എന്നുള്ളൊരു മൂവിയിലാണ്. അനാർക്കലി നരിക്കാറാണ് അതിലെ മെയിൻ നായിക. പിന്നെ അപ്പാനി ശരത്തായിരുന്നു നായകൻ. പിന്നെ കുറേ പേരുണ്ടായിരുന്നു. അപ്പൊ ഫിലിം സെറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പുരുഷനായിട്ട് ട്രാൻസ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഫിലിം സെറ്റിൽ കുറേ പേർക്ക് അറിയാം എൻ്റെ ബിഹേവിയർ കണ്ടിട്ട്. കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയില്ല. ഈ പറഞ്ഞതുപോലെ അനാർക്കലി നരിക്കാരും എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവള് സപ്പോർട്ടാണോ ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഹൈഡ് ചെയ്തു. പെൺപിള്ളേരുടെ സ്വഭാവമുണ്ട്, പക്ഷെ ഞാൻ ട്രാൻസ് അല്ല എന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷെ പിന്നീടാണ് അറിയുന്നത് അനാർക്കലി ഇതിലെല്ലാം സപ്പോർട്ടാണെന്നുള്ള കാര്യം അറിയുന്നത്. പിന്നെ ട്രാൻസിഷന് ശേഷം കണ്ടു സപ്പോർട്ടാണ്. അപ്പോൾ അവർക്ക് അതിന്റെ പേരിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നല്ലോണം, അതായത് LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനാർക്കലി നരിക്കാർ. പക്ഷെ അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും നമുക്ക് കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്ലി ആണ്, നല്ലോണം സംസാരിക്കും. പക്ഷെ നമുക്ക് അന്ന് പറയാനായിട്ടൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേർക്കറിയാം. എൻ്റെ ഡിസൈനർ ഉണ്ട് അമലേഷ് സാറ്. അമലേഷ് സാറിനോട് ഞാൻ തുറന്നു പറഞ്ഞു. എനിക്ക് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അവർ അക്സെപ്റ്റഡ് ആണ്. അപ്പൊ എൻ്റെ ഫിലിം സെറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അമലേഷ് സാറിന് മാത്രം എൻ്റെ പൂർണ്ണമായിട്ടുള്ള ഹിസ്റ്ററി അറിയാം. ഞാനൊരു ട്രാൻസാന്നുള്ള കാര്യം സാർക്കറിയാം. ബാക്കിയുള്ളവർ കണ്ടുപിടിച്ചു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെ എന്നോട് കണ്ടുപിടിച്ച് ചോദിച്ചു ട്രാൻസാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് സപ്പോർട്ടാണെന്ന് കരുതി ഞാൻ പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവരെന്നെ ആണിൽ നിന്നും, അതായത് പെണ്ണാവണ്ട, തിരിച്ചാണാവാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ്. പക്ഷെ എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ഫിലിം സെറ്റിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. തിരിച്ചറിഞ്ഞവരും ഉണ്ട്, തിരിച്ചറിയാത്തവരും ഉണ്ട്. അതിൽ ഒരാൾ മാത്രം എന്നെ പരിഹസിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ഞാൻ ട്രാൻസിഷന് ശേഷം കണ്ട് സംസാരിച്ചപ്പം ആൾ അതൊന്നും ഓർമ്മ വെക്കുന്നില്ല. അവരത് മറന്നു. കാരണം നമ്മളെ മാറിയല്ലോ, ഇനി അവർക്കത് റിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ അപ്പൊ ഞാൻ ആ ഫിലിം സെറ്റിന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അതായത് ഞാൻ ആണായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കണ്ടതും പിന്നീട് എന്നെ പെണ്ണായിട്ട് കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു ആണായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഫിലിം സെറ്റിൽ ഞാനൊരു ട്രാൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഞാൻ ട്രാൻസ് ഡിക്ലെയർ ചെയ്യാതെ തന്നെ അറിഞ്ഞവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ട്, ഞാൻ പറഞ്ഞതും ഉണ്ട്, അതുപോലെ ഞാൻ പറയാതിരുന്നതും ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പുരുഷന്റെ ശരീരത്തിൽ സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ പറയായിരുന്നു ഞാനൊരു ട്രാൻസ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ ബിഹേവിങ് ഇങ്ങനെ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി, ഫിലിമിൽ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ ബൊട്ടിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൽസ് മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിൽസ് മാനായിട്ട് ഞാൻ വർക്ക് ചെയ്തത് പാലക്കാട് MK സിൽക്സിലാണ്. അവിടെയുള്ളവരടുത്ത് ഞാൻ ഇങ്ങനെ അവർ പരിഹസിക്കുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു ഞാനൊരു ട്രാൻസ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ. സ്ത്രീകളും പുരുഷന്മാരും എന്നെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോഴും എല്ലാവരും എൻ്റെ ഫ്രണ്ട്ലിയാണ്. കാരണം എൻ്റെ സംസാരത്തിലൂടെയാണ് അവരെ ഞാൻ മാറ്റിയെടുത്തത്. അതായത് ഇങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തെടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയുള്ള വിഭാഗക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് സർജറി ഒക്കെ ചെയ്ത് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞ് അവരെ കൗൺസിലിംഗ് ചെയ്യലായിരുന്നു. അപ്പൊ എൻ്റെ സേഫ്റ്റി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം എനിക്ക് മാറാൻ പറ്റില്ല, നിങ്ങളാണ് മാറേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്തു. അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്, പിന്നീട് അവർ അക്സെപ്റ്റ് ചെയ്തു. കാരണം അവരുടെ സാഹചര്യത്തിൽ ചിലവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഞാൻ പുരുഷനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മീശയും താടിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ എല്ലാവരുടെ ട്രാൻസ് ആയിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി ഫിലിം സെറ്റിൽ, അതുപോലെ MK സിൽക്സിൽ, പിന്നെ ബൊട്ടിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതിലൊക്കെ കുറെ കഥകളുണ്ട്, ഞാൻ പിന്നീട് പറയാം. പിന്നെ ഞാൻ വീണ്ടും എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ലാസ്റ്റ് എക്സാമിന്റെ സമയത്താണ് ഫിലിമിൽ വർക്ക് ചെയ്യാൻ പോയത്. സെക്കൻഡ് ഇയർ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ പോലെ ട്രാൻസിഷന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എക്സാം എഴുതിയില്ല. എനിക്കെന്തോ എഴുതാൻ പറ്റിയില്ല, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഓർമ്മ വരുമ്പോൾ പറയാം. പിന്നെ ഞാൻ എഴുതിയത് ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി എക്സാം എഴുതി.
പിന്നെ വീണ്ടും ബൊട്ടിക്കിൽ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ ഒരു ട്രാൻസിഷന്റെ പേരിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നി. എന്നോട് പാര വെക്കാം, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാം, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും, വിഷമം വരും. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാത്ത ആളായിരുന്നു. പക്ഷെ എനിക്ക് ഫിലിം സെറ്റിൽ സാറുള്ളത് കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ എന്നെ ഒറ്റപ്പെടുത്തലായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ ഞാൻ നിന്നു. പക്ഷെ എനിക്ക് പാര വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്തത്, ഞാനിങ്ങനെ ഒരു ഡിസൈനിങ്ങിന്റെ ജോബിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പോയ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു ആഡ് കണ്ടു. ജസ്റ്റ് ഞാൻ വിളിച്ച് ചോദിച്ചു, അതായത് തമിഴിൽ ആശയവിനിമയം നടത്താൻ കഴിവുള്ളവരെ ആവശ്യമുണ്ട് കോൾ സെന്ററിലേക്ക്. കാരണം എനിക്ക് തമിഴ് അറിയാം, ഞാൻ തമിഴാണ്, പഠിച്ചത് മലയാളമാണ്. അപ്പൊ എനിക്കത് അങ്ങനെയുള്ള ആളെ ടാലന്റ് ഉള്ളവരൊക്കെ പറ്റുള്ളൂ. കാരണം കുറെ പേര് മലയാളം തമിഴ് അറിയുന്നവർ കുറവാണ്. അപ്പൊ കേരളത്തിൽ തമിഴ് അറിയുന്നവർക്ക് ഒരു വേക്കൻസി ആയിരുന്നു അത്. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ച് ചോദിച്ചു, പോയി ആ ജോലിയിലേക്ക് കയറി. കാരണം ഞാൻ വെറുതെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ജോബിനാണ് പോയത്. പക്ഷെ ആ ബസ് സ്റ്റോപ്പിൽ കണ്ട പരസ്യം കണ്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പോയതാ. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അതിനു മുമ്പ് ഞാൻ പാടത്ത് പണിക്ക് അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു, വെറുതെ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ അത് കിട്ടി. ഞാൻ ഈ ഡിസൈനിങ്ങിന്റെ ജോബ് കിട്ടുന്നവരെ പോവാന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്കത് കംഫർട്ടബിൾ ആയി. ആദ്യം പേടിയായിരുന്നു, നമുക്ക് അറിയാത്ത ജോബാണ് കോൾ സെന്റർ എന്ന് പറയുമ്പോൾ. പക്ഷെ കോൾ സെന്ററിൽ പോയപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഹലോ എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ മാഡം എന്നാണ് വിളിക്കാറ്. അപ്പൊ നമ്മൾ അവർ കാണുന്നില്ല. അപ്പൊ നമുക്കൊരു സേഫ്റ്റി ആയി തോന്നി. കാരണം നമ്മൾ നേരത്തെ പോകുന്ന സമയത്ത് ഇപ്പൊ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു പുരുഷൻ, ശബ്ദം ഒരു പെണ്ണിന്റെ എന്ന് പറയുമ്പോൾ അവർക്കൊരു നമ്മളോട് അകൽച്ച തോന്നും. പക്ഷെ ഫോണിലൂടെ ഹലോ എന്ന് പറയുമ്പോൾ എന്റെ ഇതേ ശബ്ദം തന്നെയാണ്, കുറച്ചുകൂടെ ഹാർഡായിരുന്നു. പക്ഷെ ചിലവർക്ക് എന്റെ ഫോണിലൂടെ ശബ്ദം കേൾക്കുമ്പോൾ പെണ്ണായിട്ട് തോന്നും, ആ ടോണാണെന്ന് തോന്നും, പെണ്ണായിട്ട് തോന്നും, ചിലവർക്ക് ആണായിട്ട് തോന്നും. അപ്പൊ കൂടുതൽ എന്നെ മാഡം എന്നാണ് വിളിക്കാറ്. പക്ഷെ എന്റെ ശബ്ദത്തിന് ഒരു 50-60 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ശബ്ദമായിട്ട് തോന്നുന്നു എന്നാണ് ചില കസ്റ്റമേഴ്സിന്റെ റിസർച്ചിലൂടെ ഞാൻ കണ്ടെത്തിയത്. അപ്പോഴും നമ്മളൊരു സ്ത്രീ ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ എനിക്കത് കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ എന്റെ കോൾ സെന്ററിൽ ഞാൻ ഇട്ട പേര് എനിക്ക് ഷാനു എന്നാണ്. നമ്മൾ കോൾ സെന്ററിൽ റിയൽ നെയിം ഇടില്ല. കാരണം എല്ലാവരും അങ്ങനെയാണ്. ഏത് കോൾ സെന്ററിലാണെങ്കിലും റേഡിയോ ജോക്കിയൊക്കെ ആണെങ്കിലും നമ്മൾ റിയൽ നെയിം അവിടെ പറയാൻ പാടില്ല. കാരണം പേഴ്സണൽ ലൈഫും കമ്പനിയും തമ്മിൽ, കസ്റ്റമറും തമ്മിൽ കണക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പൊ എനിക്ക് ഷാനു എന്നുള്ള പേരായിരുന്നു. അപ്പൊ അത് മിക്സഡ് നെയിം ആയതുകൊണ്ട് മിക്ക ആൾക്കാരും മാഡം എന്ന് വിളിക്കും. അപ്പൊ ചിലവര് സാറിന് വിളിക്കും. എന്റെ പേര് മിക്സഡ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കത് കംഫർട്ടബിൾ ആയി തോന്നി. ഒരു ട്രാൻസിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് തോന്നി. കാരണം ഫോണിലൂടെ നമ്മൾ അവർ മാഡം എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ അവിടെ പരിഹസിക്കപ്പെടുന്നില്ല, പെൺപിള്ളാരെ പോലെ സംസാരിക്കുന്നുള്ള ആ പ്രശ്നം കഴിഞ്ഞു. പിന്നെ കോൾ സെന്ററിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മളുടെ ബോഡി ലാംഗ്വേജ് മറ്റുള്ളവർ കാണുമില്ല. അതുകൊണ്ട് അവിടെയും നമുക്ക് ആ ഒരു പരിഹാസം നിന്നു. പിന്നെയും ചെറിയൊരു പേടി, സാറെങ്ങാനും അറിഞ്ഞാലോ എന്നെ മാഡം എന്ന് വിളിക്കുന്നത്, റെക്കോർഡിംഗ് ഒക്കെ ആണല്ലോ. അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് കുറെ പേര് മാഡം എന്നാണ് വിളിക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സാർക്ക് ബിസിനസ് ആയാൽ മതിയല്ല. അപ്പൊ ഞാനിങ്ങനെ സാറിന്റെ അടുത്ത് കുറച്ച് ടിപ്സ് ആയിട്ട് പറഞ്ഞു, നമ്മളെ പെണ്ണാന്ന് കയറി അവർക്ക് ഓർഡർ ഒക്കെ തരുന്നുണ്ട് സാർ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാർക്ക് ബിസിനസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ സാർക്ക് ഓക്കെ. അപ്പൊ സാർക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്. സാറും കരുതിയത് എന്റെ ശബ്ദത്തിന്റെ പ്രശ്നമാണ്, തോന്നലാന്നുള്ളതൊക്കെയാണ് സാറും വിചാരിച്ചത്. സാർക്ക് അറിയില്ല ഞാൻ ട്രാൻസാന്നുള്ളതൊന്നും കാര്യം, എന്റെ കൂട്ടുകാരികൾക്കൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടി. പക്ഷെ എനിക്ക് മാത്രം അറിയാം ഞാൻ ട്രാൻസാന്നുള്ള കാര്യം. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിലുള്ള കൂട്ടുകാരന്മാരുടെ പറയാൻ തുടങ്ങി. അപ്പൊ അവരെന്നെ പെണ്ണായിട്ട് കാണാൻ തുടങ്ങി. അപ്പൊ അതിൽ ചേട്ടന്മാരൊക്കെ ഡ്രസ്സ് മാറുന്ന സമയത്ത് എന്നെ മാറ്റി നിർത്തും. അവർ പെണ്ണായിട്ട് കണ്ടതാണെന്ന് തോന്നുന്നു. അവർക്കൊരു ഡൗട്ടായി. പിന്നെ ഞാൻ ഇതൊക്കെ ഡിക്ലെയർ ചെയ്തപ്പോൾ എന്നെ അങ്ങനെ മാറ്റി നിർത്താറുണ്ട്. പക്ഷെ എന്നാലും എന്നോട് സ്നേഹമാണ്. ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് ഈ ഓഫീസിൽ നിന്ന് വേറൊരു ഓഫീസിലേക്ക് മാറി. ഇവര് 2 സാറായിരുന്നു. വേറെ സാറ് ഓഫീസ് ഇട്ടപ്പോൾ ഞങ്ങളെ കുറച്ചുപേര് അങ്ങോട്ട് പോയി. ഇവിടെ നിന്ന് പിരിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവിടെ പോയ സമയത്ത് ഫുള്ള് ലേഡീസ് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ ബോയ് ആയിട്ട്. ബാക്കി മുമ്പത്തെ ബോയ്സ് ഒക്കെ പോകും. എന്റെ വിശ്വാസം ആയതുകൊണ്ട് പെൺപിള്ളേരുടെ ഇടയിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പൊതുവെ പെൺപിള്ളേരുടെ ഇടയിൽ ആൺപിള്ളേരെ എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ പ്രണയം, അവർ രണ്ടും കൂടെ പോകും. അപ്പൊ എനിക്ക് ഇതുവരെ ആരുമായിട്ട് പ്രണയം ഉണ്ടായിട്ടില്ല, പെൺപിള്ളേരായിട്ട് ഉപദ്രവവും ഇല്ല, പ്രശ്നവും ഇല്ല, ആരുടെ മഴക്കൊന്നും പോകുന്നില്ല. അപ്പൊ സാർക്ക് എന്റെ വിശ്വാസമാണ്. അതുകൊണ്ട് പെൺപിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാർക്ക് എന്നോട് കോൺഫിഡന്റ് ആണ്. അങ്ങനെ ഞാൻ അവരുടെ ഇടയിൽ വർക്ക് ചെയ്തു. അതും വലിയ സ്റ്റോറിയാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പുരുഷനാണ്. പക്ഷെ പുരുഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റുള്ള പെൺപിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ഡിക്ലെയർ ചെയ്തു ഞാൻ ട്രാൻസ് ആണെന്നുള്ള കാര്യം. എല്ലാവരുടെ അടുത്തും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
അതിൽ കളിയാക്കിയവരും ഉണ്ട്, പരിഹസിച്ചവരും ഉണ്ട്. പിന്നീട് എല്ലാവരും സപ്പോർട്ടായി, കാരണം ഞാൻ അത്രയ്ക്കും കൗൺസിലിംഗ് ചെയ്ത് മാറ്റിയെടുത്തു. പിന്നെ ഞാൻ ഒരു ചേട്ടനാണെങ്കിൽ അവർ ചേട്ടനാണ് വിളിക്കാറ്, പക്ഷെ ഒരു ചേച്ചിയായിട്ടാണ് കാണാറ്. അങ്ങനെ എൻ്റെ ഓഫീസിൽ ഞാൻ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ എടുത്തുണ്ടാക്കി. അപ്പൊ എനിക്ക് ഒരു ട്രാൻസ് ആയിട്ട് ആ ഓഫീസിൽ നിൽക്കാൻ സാധിച്ചു. എന്നിട്ടാണ് ഞാൻ ഹോർമോൺ ചെയ്തത്. കാരണം ഒരു പുരുഷനായിട്ട് നിൽക്കുന്ന ഒരു ഓഫീസ് ഞാൻ സെറ്റാക്കി എടുത്തു. കാരണം എല്ലാവരുടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ടാണ് ഞാൻ ഹോർമോൺ ചെയ്ത്, ട്രാൻസിഷൻ ചെയ്ത്, ഡ്രസ്സിങ് ചെയ്ത്, സർജറീസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഒരു ജോലി സ്ഥലത്ത് ഒരു പുരുഷനായിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. അവിടെ നമ്മൾ നിൽക്കുന്ന രീതിയിൽ നിന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇത് സാധിക്കുമെന്ന് അറിയില്ല. ഒരുപക്ഷെ നമ്മളിത് പറയുന്ന സമയത്ത് അവിടെ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ വേറൊരു സ്ഥാപനത്തിൽ നമുക്ക് ജോലിക്ക് പോവാം. അതേ സമയത്ത് ഇപ്പൊ ഈ ഒരു ലുക്കിലാണ് നമ്മൾ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്നത്. ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ഓഫീസിൽ പോകുമ്പോൾ ജോലി കിട്ടില്ല. അവർ 1-2-3 തവണ ആലോചിക്കും, ആണിനെ എടുക്കണോ പെണ്ണിനെ എടുക്കണോ ട്രാൻസിന് എടുക്കണോ. അവർക്ക് എന്തിനാണ് നഷ്ടം? അതായത് ട്രാൻസിനെടുത്ത് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് അവർ ആണിനെയും പെണ്ണിനെയും കൂടുതൽ എടുക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളൊരു പുരുഷന്റെ ലുക്കാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ജോലി കിട്ടാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് വരുമാനമായി ഹോർമോൺ ചെയ്യാം, ലേസർ ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് പോകാൻ കാശ് വേണം, സർജറിക്ക് കാശ് വേണം. ഒന്നും ഇല്ലെങ്കിൽ ഒരു 2-3 ലക്ഷം അല്ലെങ്കിൽ ഒരു 5 ലക്ഷമെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർജറി എങ്കിലും ചെയ്യാനുള്ള കാശായി. ഒരു ആണായിട്ട് നിങ്ങൾക്ക് അത്രയും സമ്പാദിക്കാൻ പറ്റും. ഒരു ട്രാൻസിഷൻ ചെയ്തിട്ട് അത്രയും സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള നല്ല ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എൻ്റെ ഒരു അറിവിൽ നിങ്ങൾ പുരുഷനായിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കണ്ടെത്തുക. ഒന്നാമത് അവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറെ ജോലിയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് വരുമാനം വേണം, ജോലിയും വേണം. അവിടെ നിന്ന് നിങ്ങൾക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നിങ്ങൾ മാറിയിട്ട് കാര്യമില്ല, നിങ്ങൾ തോറ്റുപോകും, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ജോലി സ്ഥലത്തിൽ ആണായിട്ട് പോകുന്ന ഒരു സ്ഥലം കണ്ടെത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഞാൻ ട്രാൻസാന്ന് അറിഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓഫീസ് കണ്ടെത്തുക. അപ്പൊ അതിലും നല്ലത് മുടി വെട്ടിയിട്ട് ഒരു ആണായിട്ട് ജോലിക്ക് കയറി നിങ്ങളുടെ കഴിവ് അവരെ കാണിക്കുക, എന്നിട്ട് മുടി വളർത്തിയാൽ അവരൊന്നും പറയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് മാറണമെന്നൊന്നുമില്ല, ഏത് പ്രായത്തിൽ വേണമെങ്കിലും മാറാം. പെട്ടെന്ന് മാറി അത്രയും നല്ലത്. പക്ഷെ നമ്മളുടെ സാഹചര്യം നോക്കാതെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകും, നമുക്ക് പിന്നെ ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. രണ്ടാമതെന്ന് പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് സർജറിക്കുള്ള എമൗണ്ടോ എങ്കിലും നിങ്ങൾ കയ്യിൽ വെച്ചതിന് ശേഷം പെണ്ണായിട്ട് മാറണം. അപ്പൊ ആണായിട്ട് നിങ്ങൾ 1 ലക്ഷം 2 ലക്ഷം രൂപ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസിഷൻ ചെയ്തത് സർജറിക്കുള്ള കാശ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അണ്ടർ സർജറിക്കുള്ള കാശും കൂടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ സർജറി ചെയ്തിട്ട് നിങ്ങൾക്ക് പെണ്ണായിട്ട് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ ഇതിപ്പോ പെണ്ണായിട്ട് നിങ്ങൾ സർജറിക്കുള്ള എമൗണ്ട് ഉണ്ടാക്കാൻ നടക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതും ബുദ്ധിമുട്ടാണ്, ചിലവർക്കത് സാധിക്കില്ല. അങ്ങനെ രണ്ടാമത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പെണ്ണായിട്ട് നമുക്ക് ജോലിയൊക്കെ അന്വേഷിക്കാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒരു അറിവിൽ ആണായിട്ട് തന്നെ നിങ്ങൾ കുറെ ജോലി കണ്ടെത്തുക, എന്നിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ആകുക. മൂന്നാമത് നിങ്ങൾ സ്വയം തൊഴിൽ, അതായത് തയ്യലോ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി തൊഴിലാണെങ്കിൽ ആരും നിങ്ങളെ ജോലിക്ക് തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആരും നിങ്ങളെ ജോലിക്ക് വേണ്ടാന്നും പറയില്ല. നിങ്ങൾ തന്നെ സ്വയം ചെയ്യുന്ന ഒരു പാൽ കച്ചവടമോ അല്ലെങ്കിൽ ഒരു കൃഷിയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. അല്ലെങ്കിൽ ആരുടെ കീഴിലും പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ഹോർമോൺ ചെയ്യാം, ട്രാൻസിഷൻ ചെയ്യാം, പെണ്ണാവാം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പോകണ്ടെന്ന് പറയില്ല, സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, അല്ലാതെ നിങ്ങൾ മാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇനിയിപ്പോ നിങ്ങളെ കൊണ്ട് ഒട്ടും പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ മുടി വളർത്താം, ട്രാൻസിഷൻ ചെയ്യാം, പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താവും. പിന്നെ നമ്മളെ തെരുവിൽ പോകേണ്ടി വരും, ചിലപ്പോ സെക്സ് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ജോലി അന്വേഷിച്ച് പോയ ജോലി കിട്ടില്ല, നമ്മളടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാം, ചിലപ്പോൾ ഫുഡിന് പോലും കാശില്ലാത്ത അവസ്ഥ വരാം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് ഇങ്ങനെയൊക്കെ അതായത് മുടിയൊക്കെ വളർത്തി പെണ്ണിന്റെ ഡ്രസ്സ് ഇട്ട് ഞാൻ കഷ്ടപ്പെട്ട് പെണ്ണാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അല്ല ഞാൻ ബുദ്ധിപൂർവ്വം ആണായിട്ട് ജീവിച്ച് കുറെ കാശൊക്കെ ഉണ്ടാക്കി സേവ് ചെയ്തിട്ട് പെണ്ണായി ഈസി ആയിട്ട് മാറാമെങ്കിൽ അങ്ങനെ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഞാൻ ആണായിട്ട് അന്ന് തന്നെ ഞാൻ പെണ്ണായതാണെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിലൊന്നും എത്തില്ലായിരുന്നു. എനിക്ക് ഹോർമോണിന്റെ കാശ് എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോഴും എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഹോർമോൺ എനിക്ക് 2000 രൂപ എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവും. ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് ആ കാശ് ഉണ്ടാക്കാൻ പറ്റും. 2000 രൂപ ലേസർ ചെയ്യാനുള്ള കാശ് ഞാൻ ജോലി ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയത്.
സർജറിക്കുള്ള കാശ് ഞാൻ ജോലി ചെയ്ത് തന്നെ ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് ജോലി ആണ്, അതായത് എനിക്ക് പറ്റിയൊരു സാഹചര്യമുള്ള ഒരു ജോലി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എനിക്കും ഇതേ അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് വീട്ടുകാരുണ്ടാവണം. എനിക്ക് വീട്ടുകാരും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ സാഹചര്യം ഉണ്ടാവണം എന്നില്ല. അപ്പൊ ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ നമ്പർ എനിക്ക് കമന്റ് ചെയ്തോളൂ, ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. എനിക്ക് ജോബ് വേക്കൻസീസ് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇങ്ങനെ ഒരു മെയിൽ ലുക്കിലുള്ള ട്രാൻസിന് ജോലി കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, ഞാനും പറയാം. പക്ഷെ ഞാൻ പറയുന്ന ജോലികൾ അല്ലെങ്കിൽ അവർ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവണമെന്നില്ല. കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോവാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.